നാട്ടിലുള്ള ചെറുപ്പക്കാരെ, SSF-ന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ കാരണമായി നാളെ മദീനയിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാത്തിലും ഉപരിയായി റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഒന്നറിയണേ മോനെ, ശാഫിഈ ഇമാം തങ്ങൾ വലിയ മദ്ഹബിന്റെ ക്രോഡീകരണം നടത്തിയിട്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരും. നബവി ഇമാം തങ്ങൾ എഴുതിയ കിതാബുകളും കൊണ്ടുവരും. ശുഹദാക്കന്മാര് മുഴുവനും ഒലിക്കുന്ന രക്തവുമായി വരും. മഹാന്മാരായ അമ്പിയാക്കന്മാര് മുഴുവനും നിർവഹിച്ച ദഅവത്തുമായി വരും. അങ്ങനെ നമ്മുടെ ഉസ്താദുമാര് നടത്തിയ സേവനങ്ങളുമായി വരും. എനിക്കും നിങ്ങൾക്കും നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ചെല്ലാൻ, ആ ഹബീബിന്റെ ദീനിന് വേണ്ടി കൊടി പിടിച്ചതല്ലാതെ വേറെയില്ല, തെരുവിലിറങ്ങി നടന്നതല്ലാതെ വേറെയില്ല. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടെ നമ്മളെ പാതിരാവുകളിൽ ചുവരെഴുതാൻ പോകുമ്പോ നമ്മുടെ പെങ്ങളുടെ കല്യാണം പ്രചരിപ്പിക്കാൻ പോവല്ല, എനിക്ക് പേര് കിട്ടാൻ പോവല്ല, അല്ലാഹുവിന്റെ കലിമത്ത് ഉയർന്നു കാണാൻ പോവുകയാ. ഹംദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് ബദറിലേക്ക് രാത്രി സഞ്ചരിച്ചതുപോലെ എനിക്ക് സഞ്ചരിക്കാൻ അവസരം കിട്ടിയില്ല. അതിന് പകരം ഇന്നത്തെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഞാൻ ബ്രഷ് എടുത്തിറങ്ങുകയാ, ഞാൻ പോസ്റ്ററും കൊണ്ട് ഇറങ്ങുകയാ, ഞാൻ കൊടിയും കൊണ്ട് ഇറങ്ങുകയാ. ആ നല്ല ഒരു നീയത്തുണ്ടായാൽ ഇത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഇബാദത്താണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മഹാന്മാരായ ഇമാമീങ്ങളെ മുഴുവനും വരുമ്പോ അവരുടെ പിന്നിൽ വരാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനേ. അതുകൊണ്ട് എന്റെ ഈമാനുള്ള പ്രവർത്തകരെ, നമുക്കിവിടെ ഒന്നും വേണ്ടതില്ല. അധികാര പീഠങ്ങളോ ഇന്ദ്രപ്രസ്ഥങ്ങളോ ഇരിപ്പിടങ്ങളോ നമ്മൾ മോഹിച്ചിട്ടില്ല. നമുക്ക് വേണ്ടത് ജിവാറു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യമാണ്. അത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ, അത് ഞങ്ങൾക്ക്